നമുക്കേ 3 ടയറിൽ ഒരു സുന്ദരി പാവക്കുട്ടിയെ ചെയ്താലോ? അപ്പോൾ എന്നോട് കസ്റ്റമർ പറഞ്ഞത് 3 ടയർ കേക്ക് വേണം, ഈ മുകളിലായിട്ട് ഒരു ഡോളും വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ ഇത് 3 kg വരുന്ന ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അടിയിലത്തെ ടയറും എല്ലാം ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടയർ കേട്ടോ. അപ്പോൾ ഇതിനെ എടുത്ത് നമ്മുടെ ഫസ്റ്റ് ടയറിലോട്ട് മെല്ലെ വെച്ച് കൊടുക്കാം. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കളർ കോമ്പിനേഷൻ റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റിൽ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ റെഡ് ജസ്റ്റ് പുറത്തൊന്ന് ആഡ് ചെയ്ത് സ്ക്രാപ്പർ വെച്ച് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ടയർ കേക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സ്റ്റിക്കുകൾ മസ്റ്റായിട്ടും വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ കേക്ക് നമുക്ക് ട്രാവലിംഗ് ഒക്കെ ഉണ്ടെങ്കിലേ ഈ സ്റ്റിക്ക് വെച്ചില്ലെങ്കിൽ നമ്മുടെ കേക്ക് ചെരിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഞാൻ ഈ ടോപ്പിൽ ചെയ്തിട്ടുള്ള ഡോൾ കേക്കിൻ്റെ ടയറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മേളിൽ സ്റ്റിക്കെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോളിനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഡോളിന് ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് റെഡ് കളർ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോളിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഡോളിൻ്റെ ഫ്രോക്കിൻ്റെ ടോപ്പിലും എൻഡിലുമായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെയുള്ള കേക്കൊക്കെ ചെയ്യുമ്പോൾ ടെൻഷനാണ്. കേക്ക് ഫിനിഷായി കസ്റ്റമർ പറയുന്ന രീതിയിൽ സെറ്റാവുമ്പോഴേ സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ബോർഡറിൻ്റെ ബോർഡറെല്ലാം കൊടുത്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴത്തെ ടയറിൽ സെൻറ്ററിലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെയുള്ളത് ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരണമെന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡും വൈറ്റും ആയിട്ടുള്ള ബോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ബോൾ എനിക്ക് കിട്ടാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ. റെഡ് ഞാൻ 2-3 കേക്ക് ഷോപ്പിലൊക്കെ കയറിയിട്ടായിരുന്നു എനിക്ക് ഈ റെഡ് കളർ ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോൾ ഈ ടയർ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ 2 ടയറിൽ മാത്രമേ ബോൾ ഡെക്കറേഷൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇപ്പുറത്തെ സൈഡിലും ഞാൻ ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. ഈ ബോൾസ് ഡെക്കറേഷനൊക്കെ വരുന്ന കേക്ക് സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ. നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പക്ഷേ നല്ല ഭംഗിയായിട്ട് നമുക്ക് കേക്ക് കിട്ടുകയും ചെയ്യും. ഈ പല കളറിലുള്ള ബോൾസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ, അതായത് ഈ ബോൾ വെച്ചിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്യുമ്പോഴേ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വൈസൊക്കെ എനിക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ കൈയായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടത്. എനിക്ക് ഈ ഫോണ്ടൻ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെ ബോൾസ്, ഫ്ലവർ ഡെക്കറേഷൻ അതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും, നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് കേക്ക് കിട്ടുകയും ചെയ്യും. ഈ പേപ്പർ ബട്ടർഫ്ലൈ നോക്കിയിട്ടായിരുന്നു കേക്ക് ഷോപ്പിലോട്ട് പോയത്. പക്ഷേ എനിക്കത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വരുന്ന ഡിസൈനിലുള്ള ബട്ടർഫ്ലൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കൊടുത്തു. പിന്നെ ഇനി കുറച്ച് ഗോൾഡ് കളർ ഷുഗർ ബോൾസ്. അപ്പോൾ അവിടെ ഇട്ടല്ല, ഞാൻ ഏകദേശം ഫുള്ളായിട്ട് ഈ ഗോൾഡ് ഷുഗർ ബോൾസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ആദ്യത്തെ 2 ടയറിൽ മാത്രമേ ഞാൻ ഈ ഗോൾഡ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഡോളിൻ്റെ ഫ്രോക്കിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് എല്ലാം ഞാൻ ഡോളിൻ്റെ ഫ്രോക്കിൽ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഈ ഫോണ്ടൻ്റ് ഡെക്കറേഷനും മറ്റേ സൈഡിൽ കുറച്ച് വൈറ്റ് കളർ ഷുഗർ ബോൾസും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ എൻ്റെ ഈ കേക്ക്? എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.